കൊടകരയിലെ സ്നേഹ മ്യൂസിയം സംഘടിപ്പിച്ച സ്നേഹലേഖന മത്സരത്തിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. സമ്മാനാർഹമായ കത്തുകളുടെ പ്രദർശനം ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. എഴുത്തുകാരനും ചലച്ചിത്ര നടനുമായ വി.കെ. ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും. കന്മനം ശശിധരൻ 1ാം സ്ഥാനം, കാവ്യ മാമ്പഴി 2ാം സ്ഥാനം, കിച്ചു കുര്യൻ 3ാം സ്ഥാനവും നേടി. സമ്മാനാർഹമായ കത്തുകളോടൊപ്പം 30ഓളം കത്തുകളും സ്നേഹലേഖന പ്രദർശനത്തിലേക്കും 60 കത്തുകൾ മ്യൂസിയത്തിന്റെ സ്ഥിരം ശേഖരത്തിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൂടാതെ സ്നേഹലേഖന പ്രദർശനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹഗാനങ്ങളുടെ ആലാപനം ഗായകരായ ശശി മേനോൻ, ശ്രീനി പാലക്കൽ എന്നിവർ അവതരിപ്പിക്കുമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. പ്രദർശനം വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി 14 നടക്കുന്ന സ്നേഹസംഗമം വരെ ഉണ്ടായിരിക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, അഡ്വക്കേറ്റ് വി.പി. ലിസൺ എന്നിവർ പങ്കെടുത്തു. കൈകൊണ്ട് കത്തുകൾ എഴുതുന്ന ഒരു കല തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അതുപോലെ മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാലത്ത് അതിനുള്ളൊരു വേദി ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മ്യൂസിയം ഒരു സ്നേഹലേഖന മത്സരം സംഘടിപ്പിച്ചത്. വളരെ നല്ലൊരു റെസ്പോൺസാണ് എല്ലാവരിൽ നിന്നായത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒരു 100-ലധികം സ്നേഹലേഖനങ്ങൾ ലഭിക്കുകയുണ്ടായി. അതിൽ നിന്ന് ഞങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി 1ഉം 2ഉം 3ഉം സമ്മാനങ്ങളും അതുപോലെ 7 പ്രോത്സാഹന സമ്മാനങ്ങളും ഒരു 30ഓളം കത്തുകൾ സ്നേഹലേഖന പ്രദർശനത്തിന് മ്യൂസിയത്തിൽ നാളെ തുടങ്ങുന്ന പ്രദർശനത്തിന് തിരഞ്ഞെടുത്തു. എഴുത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഒക്കെ സൈബർ ഇടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മഷി കൊണ്ട് പേന കൊണ്ട് എഴുതുന്ന എഴുത്തുകൾക്ക് കുറച്ചുകൂടെ ജീവനുണ്ട് എന്ന് തോന്നുന്ന ഒരു അനുഭവമാണ് കത്തുകൾ വായിച്ചപ്പോൾ തോന്നിയത്. വലിയ ഭാഷയൊന്നുമില്ലാതെ ഒരാൾ ഇതിലൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. വലിയ ഭാഷാഭംഗിയോ അല്ലെങ്കിൽ വലിയ ആലങ്കാരികതകളോ ഒന്നുമില്ല. മനസ്സിൽ നിന്ന് തോന്നുന്ന കാര്യം പേന കൊണ്ട് പേപ്പറിൽ എഴുതി വെച്ചപ്പോൾ ആ കത്ത് വായിച്ചപ്പോൾ എനിക്കും ഡോക്ടർക്ക് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ്.